വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പുലിയാർക്കുന്ന വീട്ടിൽ സി സതീശന്റെ 1 വയസ്സുള്ള പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത ഉപരോധിച്ചു. രാവിലെ മേയാൻ വിട്ട പശു തിരിച്ചു വരാത്തതിനാൽ നടത്തിയ പരിശോധനയിലാണ് മൃഗം ആക്രമിച്ച നിലയിൽ പശുക്കിടാവിനെ കണ്ടെത്തുന്നത്. ഉടനെ ചികിത്സയ്ക്കായി പൂക്കോട് വെറ്ററിനറി കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെട്ടില്ല. പശു 3 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. നിലവിൽ എനിക്ക് ഈ കുരിശല്യം ആയതിന് ശേഷം ഞാൻ 2 കൊടുത്തു കളഞ്ഞു. എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ അല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ 2 കൊടുത്തു. പിന്നെ നിലവിൽ ഇപ്പോൾ 2 ഉണ്ടായതാണ്. അതിലാണ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ആയിട്ടുള്ളത്. 3 മാസത്തിനിടെ 4ാമത്തെ വളർത്തുമൃഗമാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത ഉപരോധിച്ചു. അയാളെ കൊണ്ടുവന്നിട്ട് ഈ എസ്റ്റേറ്റ് ആ രീതിയിൽ കാട് വെട്ടിയിട്ട് എസ്റ്റേറ്റിൻ്റെ ഇത് നല്ല രീതിയിൽ പോകാനുള്ള സംവിധാനം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വന്യമൃഗ ശല്യം ഉണ്ടാകാതിരിക്കും. കടുവ ഒരു 5 പശുക്കളോളം ആയിപ്പോൾ ഈ പ്രദേശത്ത് പിടിച്ചിരുന്നു. ഇവിടുത്തെ ജനങ്ങളും അതേപോലെ ഭീതിയിലാണ്. പശുക്കിടാവിനെ റോഡിൽ കിടത്തിയാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത്. ഉപരോധത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മേഖലയിൽ കൂട് സ്ഥാപിക്കുമെന്നും രാത്രികാലങ്ങളിൽ വനപാലകരെ സ്ഥലത്ത് വിന്യസിപ്പിക്കുമെന്നും ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. മെച്ചപ്പെടുത്തി പറയാൻ കഴിയില്ല ഇത് പുലിയാണോ കടുവയാണോ എന്നുള്ളത്. എന്നിരുന്നാലും അത് ഈ ഒരു പ്രദേശത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന വന്യജീവി വളർത്തുമൃഗങ്ങളെ കൊന്നതിനാലും ഇതിനെ കൂട് വെച്ച് പിടിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊന്നൊക്കെ അറിയാൻ തന്നെ നമ്മൾ കൂട്ടിൽ വെക്കാനും തീരുമാനിച്ചത്. RRTയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. പിന്നെ സ്റ്റാഫിൻ്റെ പെട്രോളിംഗ് ഉണ്ടാവും. കൂടാതെ ഒരു വാഹനം ഇവിടെ നിർത്തുന്നതാണ്. അതായത് ജനങ്ങൾക്ക് അർദ്ധരാത്രി എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിലും പുറമേക്ക് പോകാനും, അത് കൂടാതെ വൈകി വരുന്നവർക്ക് പെരുന്തട്ടയിൽ നിന്നും ഉൾഭാഗത്തേക്ക് പോകാനും ഒരു വനംവകുപ്പിൻ്റെ ഒരു വാഹനം ഇവിടെ നിലനിർത്തുന്നുണ്ട്. കോൺടാക്ട് നമ്പറും നമ്മൾ വാർഡ് മെമ്പർക്ക് നൽകിയിട്ടുണ്ട്. ക്യാമറ ഓൾറെഡി സ്ഥാപിച്ച് കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഈ പശുവിനെ കൊന്നിട്ട ഭാഗത്ത് തന്നെ നമ്മൾ ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞു. ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള നിരീക്ഷണം നമ്മൾ തുടരുന്നു. അതേസമയം മേഖലയിലുള്ളത് കടുവയാണോ പുലിയാണോ എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. മേഖലയിൽ ക്യാമറകൾ സ്ഥാപിച്ച വനംവകുപ്പ് ആക്രമണത്തിനിരയായ പശുവിനെ കൂട്ടിലിട്ടാണ് കെണിയൊരുക്കുന്നത്. മേഖലയിൽ വീണ്ടും വന്യമൃഗാക്രമണമുണ്ടായതോടെ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ. ജനം, വയനാട്.